ഇന്നലെ ഞാനത് വാർത്തയിൽ കണ്ടു, അദ്ദേഹത്തിൻ്റെ പ്രകടനം. ആരായാലും അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു ഭീഷണി സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു. ആ സംഭവത്തിൽ നിങ്ങൾ ഏത് മാധ്യമത്തിൻ്റെ പ്രതിനിധിയാണെന്ന് ചോദിക്കുകയും അവരുടെ മാധ്യമത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ വല്ലാതെ രോഷാകുലനായി അദ്ദേഹം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന് മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരു മാധ്യമത്തിന് നേരെ കയ്യേറ്റം നടത്തി, ആപ്പീസിന് നേരെ വലിയ ആക്രമണം നടത്തി. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവണം. വളരെ പ്രക്ഷുബ്ധമായ ആവുന്ന സാഹചര്യത്തിലും വാർത്തകൾ ശേഖരിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. ഇതൊരു തൊഴിലാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തെ ഭീഷണി സ്വരത്തിൽ അധിക്ഷേപിക്കുന്നത് അതിലേറെ അപലപനീയമാണ്. ഓരോ മാധ്യമത്തിനും അവരുടേതായ ഒരു നയമുണ്ടാവും. ആ നയത്തെ വിമർശിക്കാം, പക്ഷേ അധിക്ഷേപിക്കരുത്. അക്രമത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഒരു വലിയ മുതലാളി കൂടിയാണ്, ഒരു ചാനലിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇത്രയും അസ്വസ്ഥനായി കണ്ടത് സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ ഒരു പാപ്പരത്വം വ്യക്തമാകുന്നതിൻ്റെ ഭാഗമാണ്. ഇത്തരം നിലപാടിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും മറ്റാരായാലും പിന്തിരിയണമെന്നാണ് എൻ്റെ അഭിപ്രായം.